വീട്ടമ്മയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ സംഘടനകളുടെ മാർച്ച്. അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുവാനെത്തിയ പൊന്നാനി സ്വദേശിനിയെ പൊന്നാനിയിലെ മുൻ സിഐയും ഡിവൈഎസ്പിയും എസ്പിയും പീഡിപ്പിച്ചുവെന്ന് പരസ്യമായി പറയുകയും പരാതി നൽകുകയും ചെയ്തിട്ടും പോലീസ് അന്വേഷണം നടത്തുവാനോ എഫ്ഐആർ ഇടുവാനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. CPM അനുകൂല പോലീസ് സംഘടനയിലെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള CI പൊന്നാനിയിൽ എടുത്തിട്ടുള്ള എല്ലാ കേസുകളെയും പറ്റിയും പുനരന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പൊന്നാനിയിൽ ഇവിടെ CI ആയിട്ടുണ്ടായിരുന്ന വിനോദ് പെരുമ്പടപ്പ് SI ആയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തെ പെരുമ്പടപ്പിൽ നിന്ന് ഒരു മതിൽ ചാട്ടം നടത്തിയതിന് അവിടെയുള്ള UDF-ന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ആളുകൾ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. തടഞ്ഞു നിർത്തി അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സഖാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രദേശത്തെ സ്വാധീനം നടത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനം നടത്തിക്കൊണ്ട് UDF-ന്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ അതിക്രമം നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ അദ്ദേഹം ഇവിടെ CI ആയിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിൻ്റെ പോലീസ് സ്റ്റേഷനുകളും അതുപോലെ തന്നെ പോലീസും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. TK അഷ്റഫ്, EP രാജീവ്, PT ഖാദർ, പുന്നക്കൽ സുരേഷ്, KP ജബ്ബാർ, A പവിത്രകുമാർ, JP വേലായുധൻ, M അബ്ദുൽ ലത്തീഫ്, NP നബിൽ, K ജയപ്രകാശ്, T ശ്രീജിത്ത്, P സുരേഷ്, A രഞ്ജിത്ത്, ജാസ്മിൻ എന്നിവർ പ്രസംഗിച്ചു. പരാതി പറയാൻ സ്റ്റേഷനിലെത്തിയ യുവതിയെ പരാതി അന്വേഷിക്കാൻ എന്ന പേരിൽ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തി കുറ്റക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് മാതൃക കാട്ടാൻ സർക്കാർ തയ്യാറാകണമെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി പറഞ്ഞു. PDP പൊന്നാനി മണ്ഡലം കമ്മിറ്റി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവകാശപ്പെടുന്ന നമ്മുടെ നാട് നാണംകെട്ട വാർത്തകളാൽ നിറഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോലെയുള്ള സാംസ്കാരിക രംഗത്ത് വലിയ ഉയർച്ചയും വളർച്ചയും നേടിയ നമ്മുടെ ജില്ലയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ സംരക്ഷകരാവേണ്ട പോലീസുകാരിൽ നിന്ന് തന്നെ സംഹാരകർത്താക്കളാവുന്ന നെറികെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി വാർത്തയുടെ യാഥാർത്ഥ്യം പുറത്തു വരുന്ന നിരക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ സസ്പെൻഡിൽ നിന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് നീതി പുലർത്താനാണ് ഭരണകൂടം തയ്യാറാവേണ്ടത്. ഇന്ന് ആരോപണ വിധേയനായ CI ഒരു മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ നൽകിക്കൊണ്ട് പറഞ്ഞത് വിനോദ് കുമാർ എന്നാണ്. അദ്ദേഹം CI മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചാണ്. ആ സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് പറയുന്ന CI ആലോചിക്കേണ്ടത് ഇതേ വിഷയത്തിൽ ആരോപണ വിധേയനായ മുൻ SP-യുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ആരോടാണ് സംസാരിക്കുക? മലപ്പുറം ജില്ലയുടെ SP ആയ കാലഘട്ടത്തിൽ ആ തോന്നിവാസി കാണിക്കൂട്ടിയ തോന്നിവാസങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ആരോടാണ് നാം ചോദിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട CI ഒന്ന് മറുപടി പറയേണ്ടതുണ്ട്. സംസ്ഥാന കൗൺസിൽ അംഗം AA അഹമ്മദ് കബീർ, മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ പുതുപ്പൊന്നാനി എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ പഞ്ചായത്ത് നേതാക്കളായ അബ്ദുറഹിമാൻ, TV കുഞ്ഞു മുഹമ്മദ്, അക്ബർ ചുങ്കത്ത്, ആദിൽ പൊന്നാനി, ബദ്രു കാപ്പിരിക്കാട്, ഹമീദ് വെളിയങ്കോട്, ഫാസിൽ,
സൈനുദ്ദീൻ പുറങ്ങ് എന്നിവർ നേതൃത്വം നൽകി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ യുവതിയുടെ വെളിപ്പെടുത്തൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് SDPI പൊന്നാനിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി, സെക്രട്ടറി PP സക്കീർ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിഹാബ് വെളിയങ്കോട്, ട്രഷറർ ഫസൽ പുറങ്, വൈസ് പ്രസിഡന്റ് ഹാരിസ് പള്ളിപ്പടി, ജോയിന്റ് സെക്രട്ടറി സഹീർ തന്നിത്തുറ, പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് P റിഷാബ് എന്നിവർ നേതൃത്വം നൽകി. കേരള പോലീസിലെ കേരളത്തെ തന്നെ കുറ്റം പറയിക്കുന്ന, കേരളത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ നടത്തിയിട്ടുള്ള ഒരു പീഡന വാർത്തയാണ് ഇന്ന് കാലത്ത് മുതൽ നമ്മുടെ സ്വീകരണ മുറിയിൽ കണ്ടുകൊണ്ടിരുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കുറച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മലപ്പുറം ജില്ലാ നേതൃത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മലപ്പുറം ജില്ലയിലെ പോലീസ് സേനയിലെ ഒരു വിഭാഗം ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലുകൾ അവർ വഴിവിട്ട പ്രവർത്തനവും മറ്റുമൊക്കെ നടത്തി വലിയ രീതിയിലുള്ള മാഫിയ സംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അടിക്കടി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ കേരളം ഭരിക്കുന്ന, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള, കേരളത്തിന്റെ പോലീസ് വകുപ്പ് ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും ചെവി കൊടുക്കാതെ ഇതിന് ഒത്താശ ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് NCV. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.